അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 30-ാം സങ്കീർത്തനം 11-ാം വാക്യം നമുക്ക് വായിക്കാം. നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എൻ്റെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളും നാം ബൈബിളിലെ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ദൈവം അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനം 71-ാം വാക്യത്തിൽ നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്ന് ദൈവമകനായ ദാവീദ് രേഖപ്പെടുത്തിയത്. ദാവീദിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണം വായിക്കുവാനും അതിലെ കൽപ്പനകൾ അനുസരിക്കുവാനും തക്കവണ്ണം ഈ ലോക സുഖങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടം അവൻ അവസാനിപ്പിച്ചു. ദാവീദ് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നെങ്കിലും തൻ്റെ പട്ടാള മേധാവികളിൽ ഒരാളായിരുന്ന ഊരിയാവിനെ കൊന്ന് അവൻ്റെ ഭാര്യയെ എടുത്തപ്പോൾ ദൈവം മുഖപക്ഷം കാണിക്കാത്തവനും നീതിമാനുമാകയാൽ ദാവീദിനെയും കഠിനമായി ശിക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷയിൽ നിന്നുള്ളവായ ഭയാനകമായ വേദനകൾ മൂലം കരഞ്ഞുകൊണ്ട് ദാവീദ് പല സങ്കീർത്തനങ്ങൾ എഴുതേണ്ടി വന്നു. തന്നെയുമല്ല എന്നെ സൗഖ്യമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയും വന്നു. ദൈവം അവനോട് കരുണ കാണിച്ചവനെ സൗഖ്യമാക്കി. നാം ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മെ ന്യായത്തോടെ ശിക്ഷിക്കും എന്നതും ദൈവത്തിൻ്റെ വാഗ്ദാനമാണെന്ന് നാം മനസ്സിലാക്കണം. നിത്യനരകത്തിൽ നാം വീഴാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശിക്ഷയാണ് അത് എന്ന് ആ സമയം നാം ഓർക്കണം. ദൈവം നമ്മെ ശിക്ഷിക്കുക മൂലം നാം കൂടുതൽ പാപത്തിലേക്ക് പോകുവാൻ ധൈര്യപ്പെടുകയില്ല. നിത്യനരകത്തിൽ നാം നിത്യമായി യാതന അനുഭവിക്കേണ്ടി വരാതിരിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപവും ശാപവും സ്വന്തം ശിരസിൽ വഹിച്ചുകൊണ്ട് യാഗമായി തീർന്നത്. നിത്യമരണം എന്നാണ് 2-ാം മരണത്തിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പേര്. നിത്യമരണം എന്നത് നമ്മുടെ ആത്മാവ് ഇല്ലാതാകുന്ന അവസ്ഥയല്ല. നമ്മുടെ ആത്മാവ് അഥവാ നമ്മുടെ ദേഹി കെടാത്ത തീയും ചാകാത്ത പുഴുവും ഉള്ള നരകത്തിൽ വീഴുന്ന അവസ്ഥയാണത്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മരണത്തെ ജയിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ 4 സുവിശേഷങ്ങളിൽ കൂടി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. യേശുവിൻ്റെ വചനങ്ങൾ ഒരിക്കലും മാറിപ്പോവുകയില്ല എന്ന് ചരിത്ര സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 48 സംവത്സരങ്ങൾ കൊണ്ട് ഹെരോദ രാജാവ് യഹൂദന്മാർക്ക് പണിതു കൊടുത്ത യെരുശലേം ദേവാലയം കാണിച്ചുകൊണ്ട് ഭീമാകാരമായ കല്ലുകൊണ്ട് പണി കഴിപ്പിച്ച മനോഹരമായ ദേവാലയത്തിൻ്റെ പണിയെക്കുറിച്ച് യേശുവിൻ്റെ മുൻപിൽ വെച്ച് അഭിമാനം കൊണ്ട ശിഷ്യന്മാർ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച അവനോട് പറയുകയാണ്, ഈ ആലയത്തിൻ്റെ പണി എത്ര കേമമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവോ എന്ന്. അതിനുത്തരമായി അവരോട് യേശു പറയുകയാണ്, ഇത് കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും. യേശു പറഞ്ഞതുപോലെ തന്നെ AD 70 വെസ്പേഷ്യൻ കൈസറുടെ കാലത്ത് അവൻ്റെ മകനും അന്നത്തെ റോമൻ സൈന്യത്തിൻ്റെ അധിപനും പിന്നത്തേതിൽ തൻ്റെ പിതാവിന് പകരം റോമൻ കൈസറായി തീർന്നവനുമായ ടൈറ്റസ് യെരുശലേം ഉഴുത് മറിക്കുകയും സകല യഹൂദന്മാരെയും കൊല്ലുകയും യെരുശലേമിൽ നിന്ന് ഓടിച്ചു കളയുകയും യെരുശലേം ദേവാലയം ഇടിച്ച് നിരത്തിയ ആലയത്തിൻ്റെ അടിസ്ഥാന കല്ലുപോലും ഇളക്കി മറിക്കുകയും ചെയ്തു. ഞാനിത് പ്രസ്താവിച്ചത് യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും നടന്നു കഴിഞ്ഞു എന്ന് നാം ഓർക്കുവാനും ഇനി നിറവേറുവാനുള്ള അനവധി കാര്യങ്ങൾ നിറവേറുക തന്നെ ചെയ്യുമെന്ന് നാം വിശ്വസിക്കുന്നതിനും വേണ്ടിയാണ്. ക്ഷണികമായി നമ്മുടെ ഈ ഭൂമിയിലെ വാസം അവസാനിപ്പിക്കുന്ന മരണം ഏതു നിമിഷവും നമ്മെ പിടികൂടാം. ആകയാൽ സദാസമയം നാം പാപത്തിൽ വീഴുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുവാനായി ബൈബിൾ വായിക്കുകയും അതിലെ കൽപ്പനകൾ കണ്ടെത്തി അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ വസിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ദൈവം തരുന്ന അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുകയും ദൈവം തരുന്ന എല്ലാ നന്മകളിലും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളുവാൻ യേശുവിന് അവസരം കൊടുക്കണം. യേശു സന്തോഷിക്കുന്നത് അവൻ്റെ പ്രമാണങ്ങൾ നാം
അനുസരിക്കുന്നതിലാണെന്ന കാര്യം നാം മറന്നു പോകരുത്. പ്രമാണം വിട്ടുപോകുന്ന ഒരു സന്തോഷത്തിൻ്റെയും പിന്നാലെ നാം പോകരുത് എന്ന് സാരം. ദൈവത്തിലും അവൻ്റെ കൽപ്പനകളിലും നാം സന്തോഷിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മഹാപാപപരിഹാരയാഗമായി ക്രൂശിക്കപ്പെട്ട് മരിച്ചത്. നാം മരിച്ചാലും വീണ്ടും ഉയർക്കുമെന്ന് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. നമ്മുടെ യേശുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആ വിശ്വാസത്തെ അരക്കിട്ട് ഉറപ്പിക്കേണ്ടതിനും വേണ്ടിയാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രസ്താവിച്ചത് കർത്താവായ യേശു ക്രിസ്തു മരണത്തിന് ശേഷം എന്തെല്ലാം നടക്കുമെന്ന് പറഞ്ഞതും നരകത്തെക്കുറിച്ച് പഠിപ്പിച്ചതും സത്യമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ആകയാൽ നാം യേശുവിൻ്റെ വാക്കുകളും കൽപ്പനകളും അലക്ഷ്യമാക്കാതെ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. നമ്മെ ലോകത്തിൽ നിന്നും ദൈവം വിളിച്ചു വേർതിരിച്ചത് ഏദൻ തോട്ടത്തിൽ വെച്ച് അനുസരണക്കേട് കാണിച്ച് ദൈവമഹത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആദാമിനും ഹവ്വായ്ക്കും നഷ്ടപ്പെട്ട ദൈവമഹത്വവും നീതിയും വിശുദ്ധിയും തിരികെ പ്രാപിക്കുവാനാണ്. ദൈവത്തോടുള്ള അനുസരണക്കേടിനാൽ ആദാമിനും ഹവ്വായ്ക്കും ദൈവമഹത്വം നഷ്ടമായെങ്കിൽ നാം യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും തിരികെ പ്രാപിക്കുവാൻ സാധിക്കും. ആകയാൽ നമ്മുടെ ഏത് സന്തോഷവും ദൈവം അംഗീകരിച്ച സന്തോഷമായിരിക്കുവാൻ നാം ഉത്സാഹിക്കുകയും അതിനായി ബന്ധപ്പെടുകയും ചെയ്യുകയും നമ്മുടെ സന്തോഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രഥമ സ്ഥാനം കൊടുക്കുകയും ചെയ്യണം എന്ന കാര്യം നാം മറന്നു പോകരുത്. അല്ല എങ്കിൽ നമ്മുടെ സന്തോഷം ലോക സന്തോഷമായി തീരുകയും ആ സന്തോഷത്തിൽ സാത്താൻ പ്രവേശിക്കുകയും ചെയ്യും എന്ന കാര്യം നാം ഓർക്കണം. ലോകസന്തോഷം അഥവാ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ കൂടി ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ബത്ശേബയോടൊപ്പമുള്ള ദാവീദിൻ്റെ സന്തോഷത്തിൽ ദൈവത്തിന് പങ്കാളിയാകുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അന്യൻ്റെ ഭാര്യയായിരുന്നു അന്ന് ബത്ശേബ. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് ദൈവം മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. തന്നെയുമല്ല, ബത്ശേബയുടെ ഭർത്താവും ദാവീദിൻ്റെ പട്ടാള ഓഫീസറും ആയിരുന്ന ഊരിയാവിനെ കൊന്നിട്ടായിരുന്നു ദാവീദ് ബത്ശേബയെ ഭാര്യയായി എടുത്തത്. അപ്രകാരമാണ് ദാവീദ് അവളിൽ സന്തോഷിച്ചത്. ദൈവം വെറുക്കുന്ന പാപം ചെയ്തുകൊണ്ടാണ് ദാവീദ് സന്തോഷിച്ചത്. ആ സന്തോഷത്തിൽ സന്തോഷിക്കുവാൻ നമ്മുടെ പിതാവായ ദൈവത്തിന് സാധിക്കുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ കൂടി വ്യഭിചാരം ചെയ്ത് സന്തോഷിക്കുമ്പോൾ നമുക്ക് ആ സന്തോഷം അനുവദിച്ചു കൊടുക്കുവാൻ കഴിയാത്തതുപോലെ തന്നെ ദൈവത്തിനും അത് അനുവദിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നിയമപരമായി വിവാഹം കഴിഞ്ഞ് അവരുടെ പങ്കാളികളുമായി സന്തോഷിക്കുമ്പോൾ നമുക്കും വളരെ സന്തോഷമായിരിക്കുന്നത് പോലെ കുടുംബജീവിതത്തിനകത്തുള്ള നമ്മുടെ സന്തോഷം ദൈവം അംഗീകരിക്കുകയും നമ്മോടൊപ്പം ദൈവം സന്തോഷിക്കുകയും ചെയ്യുന്നു. അറിവില്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇത്രയും വിശദീകരിച്ചത്. ഓർക്കുക, ദൈവം വെറുക്കുന്ന ഏത് സന്തോഷവും നമ്മെ നിത്യനരകത്തിൽ എത്തിക്കും. ദാവീദിൻ്റെ പാപങ്ങൾ മൂലം ദൈവം അവനെ ശിക്ഷിച്ചപ്പോൾ അവൻ രട്ട് ഉടുത്ത് നിലവിളിച്ചു. തൻ്റെ മകന് മാനസാന്തരം വന്നു എന്ന് ദൈവം അവൻ്റെ പ്രവൃത്തികളിൽ കൂടി മനസ്സിലാക്കിയപ്പോൾ ദൈവം അവൻ്റെ രട്ട് നീക്കിക്കളഞ്ഞ് സന്തോഷം ഉടിപ്പിച്ചു. ദൈവം നമ്മെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവനൊരു ഉദ്ദേശമുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ആകയാൽ നമ്മുടെ എല്ലാ സന്തോഷത്തിലും കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പം നമ്മുടെ കുടുംബങ്ങളോടും കൂടെ സന്തോഷിക്കുവാൻ ഇടവരട്ടെ. നമ്മുടെ ദേഹിയാത്മാവിന് സംരക്ഷണവും സന്തോഷവും തരുന്നവനും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. നാം രോഗിയായി തീരുമ്പോൾ യേശു നല്ല വൈദ്യനായി നമ്മെ സൗഖ്യമാക്കുന്നു. നാം എല്ലാവരാലും കൈവിടപ്പെടുമ്പോൾ യേശു നല്ല സ്നേഹിതനായി നമ്മോട് കൂടെയിരിക്കുന്നു. നമ്മുടെ ഹൃദയവേദന ആരും കാണാതെയും മനസ്സിലാക്കാതെയും കടന്നു പോകുമ്പോൾ യേശു നമ്മെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. യേശുവിനെ പോലെ നല്ലൊരു വൈദ്യനെയും നല്ലൊരു സ്നേഹിതനെയും നല്ല ഒരു സഹായിയെയും എൻ്റെ ജീവിതത്തിൽ മറ്റാരെയും എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, ദൈവമകനെ,
യേശുവിനെ പോലെ നമ്മെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, കരുണ കാണിക്കുന്ന, സൗഖ്യം തരുന്ന ഒരാളെ നിങ്ങൾക്കും കണ്ടെത്തുവാൻ കഴിയുകയില്ല നിശ്ചയം. യേശുവിലാണ് നമ്മുടെ നല്ല സ്നേഹിതനും സഹായിയും വൈദ്യനും വസിക്കുന്നത്. അവനാണ് നമ്മുടെ നല്ല വീണ്ടെടുപ്പുകാരൻ. യേശുവാണ് നമ്മുടെ നല്ല മധ്യസ്ഥൻ. നമ്മുടെ ഏത് സങ്കടങ്ങളും യേശുവിനോട് ധൈര്യത്തോടെ നമുക്ക് അറിയിക്കുവാൻ സാധിക്കും. ദാവീദൊടുക്കം പറയുകയാണ്, കഷ്ടത്തിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴും ഞാൻ നിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു. 119 സങ്കീർത്തനം 67 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയൻ അന്വേഷിക്കണമേ എന്നാണ് 119 സങ്കീർത്തനം 176 വാക്യത്തിൽ കൂടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നമുക്കിപ്രകാരം പ്രാർത്ഥിക്കുവാൻ കഴിയണം. നിശ്ചയമായും കർത്താവ് നമ്മെ അന്വേഷിക്കുന്ന നല്ല ഇടയനാണ്. നാം നമ്മുടെ നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കണം. നാം അപ്രകാരം അനുസരിച്ചാൽ ദാവീദിനെ പോലെ നമുക്കും പറയുവാൻ കഴിയും, അവൻ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എൻ്റെ കഷ്ടത മാറ്റി എന്നെ സന്തോഷം ഉടിപ്പിച്ചുവെന്ന്. ആകയാൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് നിത്യജീവനെ പ്രാപിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, നിരാശ മാറ്റി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.